ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് വ്ളോഗർ. എൻ്റെ പേര് സ്റ്റെഫി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 12th ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 13th ക്വസ്റ്റ്യനാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ബൈ 2 + 3x³ ദ ഹോൾ റേസ് ടു 3. ഈ അകത്ത് കിടക്കുന്നതിന് എന്ത് കൊടുക്കാം? നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ പുട്ട് 2 + 3x³ = t. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 2ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. 3x³ ഡെറിവേറ്റീവ് 3 × 3x² dx = tയുടെ ഡെറിവേറ്റീവ് dt. അപ്പോൾ ഇവിടെ നോക്കി 3 × 3 എന്ന് പറയുന്നത് 9 വരും. 9x² dx എന്ന് പറയുന്നത് dt. നമുക്കിവിടെ x² dx മതി അല്ലേ? ഈ 9 വേണ്ട. അപ്പോൾ 9 നമുക്ക് ഈക്വലിൻ്റെ അപ്പുറത്തും ഉണ്ടാകും. ദാറ്റ് ഈസ് x² dx എന്ന് പറയുന്നത് dt/9 എന്ന് വരും. ഇനി നമുക്കൊന്ന് എഴുതാം. ഇൻ്റഗ്രൽ ഓഫ് x² dxന് പകരം നമുക്ക് dt/9 എന്നാണ് എഴുതേണ്ടത്. സോ 1/2 + 3x³ നമ്മൾ t എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ദാറ്റ് ഈസ് 1/t. x² dx എന്ന് പറയുന്നത് dt/9. ഓക്കെ ആണോ? ഇനി നമുക്ക് ഈ 1/9 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് പുറത്തെടുക്കാം. അല്ലെ, ഇവിടെ dt⁻³ അല്ലേ? t⁻³ ആണേ. 2 + 3x³ അല്ലേ നമ്മൾ t എന്ന് കൊടുത്തത്. അപ്പം അതിൻ്റെ പവറിൽ 3 ഉണ്ട്. സോ t⁻³. സോ 1/9 കോൺസ്റ്റൻ്റ് ആണ്. സോ 1/9 പുറത്തെടുത്തു. 1/t⁻³ dt ഇങ്ങനെ വരും. അപ്പോൾ t⁻³ നമുക്ക് മുകളിൽ കൊണ്ടുവരാം. 1/9 t⁻³ - 3 dt. എന്തോ x⁻n ഇൻ്റഗ്രൽ എന്താ? x⁻n+1/n+1. അതിവിടെ അപ്ലൈ ചെയ്യണം. 1/9 t⁻³ - 3 + 1/-3 + 1 + c. ഓക്കെ, ദാറ്റ് ഈസ് 1/9 t⁻³ - 3 + 1 -2/-2 + c is equal to 1/9 × -2 എന്ത് വരും? -1/18. t⁻³ - 3 അല്ലെ? tക്ക് എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? 2 + 3x³ t നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. നമ്മൾ അവിടെ തിരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കണം. 2 + 3x³ - 3 + c അല്ലേ വരുന്നത്? നോക്കിക്കേ അല്ലേ? അപ്പോൾ ഈ മൈനസ് പവർ മൈനസ് ആണ്, നമുക്ക് അതിനെ താഴെ കൊണ്ടുവരാം. ദാറ്റ് ഈസ് -1/18 × 2 + 3x³ ദ ഹോൾ റേസ് ടു 3 + c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത 14th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ്റഗ്രൽ ഓഫ് 1/x × log x ദ ഹോൾ റേസ് ടു m. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് x > 0. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ അകത്ത് കിടക്കുന്ന log xന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് log x = t. ഓക്കെ, log xന്റെ ഇൻ്റഗ്രൽ 1/x, സോറി log xന്റെ ഡെറിവേറ്റീവ് 1/x dx = tയുടെ ഡെറിവേറ്റീവ് dt. ഓക്കെ, അതാണ് നോക്കിയേ. ഇവിടെ 1/x ഇവിടെ dx ഇട്ടില്ല അല്ലേ? 1/x dx എന്ന് പറയുന്നത് എന്താ? dt എന്ന് കിട്ടി. നോക്ക്, ഇൻ്റഗ്രൽ ഓഫ് 1/log xന് നമ്മൾ t എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് t⁻⁻, log x⁻m ആയതുകൊണ്ട് t⁻m. 1/x dxന് പകരം dt. നമുക്കിനി എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. t⁻m എന്ന് പറയുന്നതിനെ നമുക്ക് മുകളിൽ കൊണ്ടുവരാം. t⁻−m dt. ഓക്കെ, അപ്പം x⁻n ഇൻ്റഗ്രൽ എന്തായിരുന്നു? x⁻n ഇൻ്റഗ്രൽ x⁻n+1/n+1 t⁻−m+1/−m+1 + c. ഓക്കെ, അതായത് t⁻−m+1നെ ഞാൻ t⁻1−m എന്ന് എഴുതുക /1 - m + c. കഴിഞ്ഞു. tക്ക് എന്തായിരുന്നു നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ? log x എന്നായിരുന്നു. അപ്പം log x ⁻1 - m/1 - m + c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.